നമ്മള് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തോട്ടട കണ്ണൂർ എന്നെ റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ വരുന്നത്. വിദ്യയും കലയും ആർട്സും ടെക്നിക്കൽ ഇവന്റ്സും ഉണ്ട്, അതിനകത്ത് ക്രിയേറ്റീവ് ഇവന്റ്സ് ഉണ്ട്, കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ട്, അതിൻ്റെ ഇവന്റ്സും ഉണ്ട്. അങ്ങനെ 35ഓളം ഇനങ്ങൾ ഉൾപ്പെടുന്ന മത്സരങ്ങളാണ് നമ്മൾ കേരളത്തിലും തമിഴ്നാട്, കാസർഗോഡ് നാഷണൽ ലെവൽ പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട് നിന്നും കാസർഗോഡ് നിന്നും എഞ്ചിനീയറിംഗ് കോളേജ് കർണാടക, കാസർഗോഡ് കാസർഗോഡ്, കർണാടക, കേരള, തമിഴ്നാട്. അപ്പോൾ അവിടെയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പോളിടെക്നിക്കുകൾ, ഇതിലുള്ള കോളേജുകളിലെ കുട്ടികൾ 2000-ലധികം കുട്ടികൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയും കുട്ടികൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ ഉൾപ്പെടുന്ന പങ്കെടുക്കുന്ന പരിപാടിയാണ് നടത്തുന്നത്. നാട്ടുകാർ തന്നെ ഒരു 3000-ഓളം നാട്ടുകാർ നമ്മൾ നാട്ടിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിപാടി പകല് മത്സരങ്ങളും വൈകുന്നേരങ്ങൾ കലാ പരിപാടികളൊക്കെ നമ്മൾ മത്സരങ്ങളിൽ ഉൾപ്പെടുത്താതെ സാംസ്കാരിക കലാപരിപാടികളും സ്റ്റേജിലൂടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഡയറക്ടറായ ബിജു സാർ സംസാരിക്കുന്നത്. തന്നെ വർക്ക്ഷോപ്പുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകൾ, 3 വർക്ക്ഷോപ്പുകൾ. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അത് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. കോളേജിലുള്ള 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്നു. അത് കോമ്പറ്റീഷൻ അല്ല, അത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ്. ആ പരിശീലനത്തിൻ്റെ ഒടുവിൽ അവർക്ക് നാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടും. ഇനിയുള്ളത് സെമിനാറാണ്. സെമിനാർ കോമ്പറ്റീഷൻ, അതും നാഷണൽ ലെവലിലുള്ള സെമിനാറാണ് സംഘടിപ്പിക്കുന്നത്. ഈ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും, സെമിനാർ പ്രസന്റേഷനിൽ പങ്കെടുക്കും. മറ്റൊരു ഐറ്റം പ്രോജക്റ്റ് എക്സിബിഷൻ ആണ്. അതും മത്സരമായിട്ടാണ് നടക്കുക. പ്രോജക്റ്റ് എക്സിബിഷൻ ഇത് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവിധ ടീമുകൾ ഈ പ്രോജക്റ്റ് എക്സിബിഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും. പിന്നീട് ക്രിയേറ്റീവ് മേഖലയിൽ 9ഓളം മത്സരങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ അതിൽ ഗ്രാഫിറ്റി കോണ്ടസ്റ്റ്, ഫേസ് പെയിൻറ്റിങ് കോണ്ടസ്റ്റ് തുടങ്ങി കാരിക്കേച്ചർ കോണ്ടസ്റ്റ് തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള 9ഓളം മത്സരങ്ങൾ. അത് ഓപ്പൺ ടു ഓൾ ആണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, കൂടാതെ പബ്ലിക്കിനും കൂടി, ജനറൽ പബ്ലിക്കിനും കൂടി പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പിന്നെയുള്ളത് കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കൾച്ചറൽ കോമ്പറ്റീഷൻസ് ആണ്. അത് 3 വിഭാഗങ്ങളാണ് അതിനകത്തുള്ളത്, 3 ഐറ്റമാണ് അതിനകത്തുള്ളത്. ഒന്ന് കരോക്കെ മത്സരമാണ്, 1. 2 ഡാൻസ് കോമ്പറ്റീഷൻ. ഇത് രണ്ടും ജനറൽ പബ്ലിക്കിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊരു ഐറ്റം ഫാഷൻ ഷോയാണ്. ഈ ഫാഷൻ ഷോ നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ച ടീമുകൾ പങ്കെടുക്കുന്ന നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ഫാഷൻ ഷോ വരുന്നത്. അത് നമുക്കിപ്പോൾ തന്നെ ഒരു 18ഓളം എൻട്രികൾ അതിൽ വന്നിട്ടുണ്ട്. 18ഓളം എൻട്രികൾ എന്ന് പറയുമ്പോൾ വൈകുന്നേരമാണ് ആ മത്സരം തുടങ്ങുന്നത്. 2ാമത്തെ ദിവസം, അതായത് 13-ാം തീയതി മാർച്ച് 13-ന് ഈവനിങ്ങിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വളരെ നല്ല ദേശീയ നിലവാരത്തിൽ തന്നെയുള്ള ഒരു നല്ല മത്സരമായിട്ടാണ് അത് സംഘടിപ്പിക്കപ്പെടുക. ഈ മത്സരങ്ങൾ കൂടാതെ, ഇതെല്ലാം മത്സരങ്ങൾ മാത്രമാണ്. ഇതുകൂടാതെ പ്രദർശന സ്റ്റാളുകളുണ്ട്. വിവിധങ്ങളായ പ്രദർശന സ്റ്റാളുകൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഫയർഫോഴ്സ്, NTTF, ഹാൻഡ്ലൂം ഇൻസ്റ്റിറ്റ്യൂട്ട്, GIFD തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള പ്രദർശന സ്റ്റാളുകൾ. അതുകൂടാതെ ഞങ്ങളുടെ കുട്ടികളുടെ തന്നെ പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ വിവിധങ്ങളായ സ്റ്റാളുകൾ ഇതിനോടനുബന്ധിച്ചുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട എക്സിബിഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മയൂഖ എന്ന പേരിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ ഒരു 16ഓളം ചിത്രകാരന്മാരുടെ വർക്കുകൾ പ്രദർശിപ്പിക്കുന്ന 50-ൽ പരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്ര പ്രദർശനവും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അത് മയൂഖ എന്ന പേരിലാണ്. അത് അവർ തന്നെയാണ്, ചിത്രകാരന്മാർ തന്നെയാണ് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരികയും ആ രീതിയിൽ ഒരു മികച്ച ഒരു പ്രദർശനമായിട്ട് അത് വരികയും ചെയ്യും. അതിന് മയൂഖ എന്നാണ് അവർ പേരിട്ടിട്ടുള്ളത്.
ഇതുകൂടാതെ സ്റ്റേജ് പ്രോഗ്രാംസ്, വൈകുന്നേരങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. അത് 12-ാം തീയതി വൈകുന്നേരം ശ്രീമതി ലീജ ദിനൂപ് അവതരിപ്പിക്കുന്ന വരനടനം എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. അവർ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ നിരവധി TV ഷോകളിലൊക്കെ അവരുടെ ഈ ഒരു പ്രോഗ്രാം അവരുടെ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണത്. ഒരു ആർട്ട് ഫോമാണ് വരനടനം എന്ന് പറയുന്നത്. അവരുടെ 100-ാമത്തെ സ്റ്റേജ് എന്ന ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. അത് 12-ാം തീയതി 7 മണിക്ക് കോളേജിൽ മെയിൻ സ്റ്റേജിൽ നടക്കും. മറ്റൊരു പ്രോഗ്രാം 13-ാം തീയതി, സ്റ്റേജ് പ്രോഗ്രാമായിട്ടുള്ളത് 13-ാം തീയതി വൈകിട്ട് മ്യൂസിക് ബാൻഡ്. നമ്മുടെ കോളേജിൽ തന്നെ ധാരാളം കുട്ടികളും സ്റ്റാഫ് അംഗങ്ങളും നന്നായി പ്രൊഫഷണൽ നിലവാരത്തിൽ പാട്ട് പാടുകയും ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് കോളേജിന് സ്വന്തമായി ഒരു മ്യൂസിക് ബാൻഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ആ ബാൻഡിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് 13-ാം തീയതി വൈകിട്ട് കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ ഓൺ മ്യൂസിക് ബാൻഡ് ഓപ്പണിംഗ് നടക്കും. ആ പ്രോഗ്രാം നടക്കും. അപ്പോൾ ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാം പ്രൊഫഷണൽ തലത്തിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാനും ഇതിലൂടെ നമുക്ക് സമാഹരിക്കാൻ കഴിയുന്ന ഫണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മ്യൂസിക് ബാൻഡ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തരംഗിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് 12-ാം തീയതി രാവിലെ 11 മണിക്കാണ്. ISROയുടെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ C നന്ദകുമാറാണ് ഈ ഫസ്റ്റ് ഉദ്ഘാടകനായിട്ട് വരുന്നത്. അദ്ദേഹം ISROയുടെ മേജർ പ്രൊജക്റ്റുകളിൽ ഒക്കെ പ്രൊജക്റ്റ് മാനേജറായി സേവനം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ നിലവിൽ HR ഡെവലപ്മെൻറ്റ് ഡിവിഷൻ്റെ മാനേജറാണ് ഡോക്ടർ C നന്ദകുമാർ. ഇതിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് സാറ് ഈ ചടങ്ങിൽ പങ്കെടുക്കും, അധ്യക്ഷനായിട്ട് ഉണ്ടാവും. ഇത്രയുമാണ് നമ്മുടെ ഈ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ഡീറ്റെയിൽസ്. ഇതിൽ തന്നെ ടെക്നിക്കൽ ഈവൻറ്റ്സ് ആണ് ഞങ്ങൾ ഏറ്റവും ഈ പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള പ്രോഗ്രാമിൻ്റെ ഹാർട്ട് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് തന്നെ ടെക്നിക്കൽ കോമ്പറ്റീഷൻസ്, ടെക്നിക്കൽ ഈവൻറ്റ്സ് ആണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ആ പ്രോഗ്രാമുകളുടെ എല്ലാം കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ ടോട്ടൽ തരംഗ് ഫെസ്റ്റിൻ്റെ ജോയിൻറ്റ് കൺവീനറും ടെക്നിക്കൽ ഈവൻറ്റ്സിൻ്റെ കോർഡിനേറ്ററുമായിട്ടുള്ള ശ്രീമതി ലിജിന മിസ്സാണ്. അദ്ദേഹം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചററാണ്. അവർ ആ പ്രോഗ്രാമുകളുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് സംസാരിക്കും. പോളിടെക്നിക് കോളേജിൽ 6 ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓപ്പൺ ടു ഓൾ ബ്രാഞ്ചസ് എന്ന നിലയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഓപ്പൺ ആയിട്ടുള്ള തന്നെയുള്ള പലതരം ടെക്നിക്കൽ കോമ്പറ്റീഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, അതുപോലെ ടെക്സ്റ്റൈൽ ടെക്നോളജി, ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളുടെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ കോമ്പറ്റീഷൻസ് ആണ് മെയിനായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്. അത് ഇന്ന് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് മാത്രമല്ല എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കോമ്പറ്റീഷൻസ് എന്നതിനും ഉപരിയായിട്ട് സാറ് സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കൽ വർക്ക്ഷോപ്സ് ഉണ്ട്. നമുക്ക് മെയിനായിട്ടും 3 ടെക്നിക്കൽ വർക്ക്ഷോപ്സ് ആണ് 1 ഡേ വർക്ക്ഷോപ്സ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ടെക്നിക്കൽ വർക്ക്ഷോപ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള നമ്മുടെ അതിൽ നമ്മൾ എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ടാണ് സെമിനാർ കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്.
അതുപോലെ പ്രൊജക്ട് എക്സിബിഷനും പ്രൊജക്ട് കോമ്പറ്റീഷനും എന്നുള്ള നിലയ്ക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രോജക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരമാണ് പ്രൊജക്ട് എക്സിബിഷൻ കോമ്പറ്റീഷനിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സെമിനാർ കോമ്പറ്റീഷന്റെ നമ്മൾ ടോപ്പിക് വെച്ചിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ദ 21st സെഞ്ചുറി എന്ന ഏരിയയിൽ വിദ്യാർത്ഥികളുടെ സെമിനാറുകളുടെ കോമ്പറ്റീഷൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ കോമ്പറ്റീഷൻ. നമുക്ക് നിലവിൽ എല്ലാ ജില്ലകളിൽ നിന്നും അതുപോലെ കേരളത്തിന് പുറത്തു നിന്നുമായിട്ട് ഒരുപാട് ടെക്നിക്കൽ കോമ്പറ്റീഷൻസിന്റെ രജിസ്ട്രേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ നമ്മളിപ്പോൾ ടെക്നിക്കൽ ഇവന്റ്സിന്റെ രജിസ്ട്രേഷൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫൈനൽ ലിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ഒക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് അത് നടത്താനുള്ള കാര്യങ്ങൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.